ഹലോ, ഇനി നമ്മൾ മഷ്റൂം മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ വെജിറ്റബിൾ ഷോപ്പിൽ പോയ സമയത്ത് മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുക്കൊന്നും ചെയ്യില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മഷ്റൂം കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി റെസിപ്പിയൊക്കെ പഠിച്ച് വെച്ചതാണ്. എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ മഷ്റൂമിൻ്റെ മേലെ കാണുന്ന ബ്ലാക്ക് കളർ സംഭവം റിമൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ തോലിങ്ങനെ കളയണം. അമ്മ എനിക്ക് തോല് കളഞ്ഞ് കാണിച്ചിരുന്നു അതിൻ്റെ ഇത് റിമൂവ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ വൃത്തിയില്ലാതെ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഇപ്പോൾ കറക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫുള്ള് വൈറ്റ് കളറായിട്ട് വരും. ഈ ഒരു ബ്രൗണിഷ് കളർ മാറി. പിന്നെ ഇത് വൃത്തിയായി കഴുകണം. വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൽ കുറച്ച് ഉപ്പ് എന്ന് ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ കുറച്ച് നല്ല വാങ്ങിൽ കഴുകിയിട്ട് അതിന് നമുക്കിങ്ങനെ വലിയ വലിയ പീസൊക്കെ നമുക്ക് കുറച്ച് പൊട്ടിച്ച് വെച്ച് ഇതിൽ വിഷാംശമോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. കുറച്ച് സമയം അവിടെ വെക്കുക. അത് കുറച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ നേരിയ രീതിയിൽ ഈ മഷ്റൂം അങ്ങനെ കട്ട് ചെയ്യാൻ നല്ല രസമാട്ടോ, സോഫ്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെച്ച് നമ്മളൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ഇട്ട് ഫ്രൈ ചെയ്യുക. ഈ ഓണിയൻ ഫ്രൈ വേഗം ആവാൻ വേണ്ടി നമ്മൾ വേണം കുറച്ച് സോൾട്ട് വെച്ചിട്ട് കൊടുത്താൽ വേഗം ഫ്രൈ ആവും. എന്നിട്ട് നമ്മൾ ഈ ബ്രൗൺ കളർ നല്ല ക്രിസ്പി പോലെ ആവുന്നവരെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടുവറ ചെയ്തുകൊണ്ടിരിക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് സമയം ചെയ്യുമ്പോൾ ഇതൊരു പെയിൽ ബ്രൗൺ കളറാവും. നെക്സ്റ്റ് സ്റ്റേജ് അത് നല്ല ക്രിസ്പി ബ്രൗൺ ആവും. അതിനുശേഷം നമ്മളൊരു ബൗളിൽ മഷ്റൂം എടുത്തിട്ട് അതിൽ കുറച്ച് 2 സ്പൂൺ തൈര് ഇട്ട ശേഷം നമ്മളടുത്ത മല്ലിപ്പൊടി ഇടണ്ടേ, കൊറിയാണ്ടർ പൗഡർ. ഇത് ഒരു സ്പൂൺ മതി. പിന്നെ കുറച്ച് ജീരകം അതിൻ്റെ ഉള്ളിലേക്കിടും. ജീരകം അധികം ആവരുത്, വളരെ കുറച്ച് മതി. കുറച്ച് ജീരകം ഇടാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി അതും കുറച്ച് മതി. നമ്മൾ ഓൾറെഡി മഷ്റൂം കഴുകിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വെച്ച്. ഇത് ആ ഫ്ലേവറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പേസ്റ്റല്ല ചതച്ചത്. പിന്നെ അതിൽ കുറച്ച് മുളക് കട്ട് ചെയ്ത് പച്ചമുളക്, പിന്നെ ഫ്രൈഡ് ഓണിയൻ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഓണിയൻ അതിൻ്റെ മേലിടുക. പിന്നെ മല്ലിയിലൊരു ഫ്ലേവർ നല്ല രസമുണ്ടാവും, അതും ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയില്ല ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് പാത്രത്തിൽ എണ്ണ ഒഴിക്കാം. അതിൽ നമ്മൾ ആ പട്ട ഇട്ട് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് നോക്കിയിട്ട് ഈ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മുളക് പൊടിയിട്ട് ഞാൻ ഇളക്കിപ്പോയി. അപ്പം എന്ത് ചെയ്യും, സാധനം കരിഞ്ഞു പോയി. ആ മുളക് പൊടി കരിയുന്നത് എനിക്ക് അറിയില്ല അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഫസ്റ്റ് ടൈം അല്ലേ ഞാനിത് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ കയറി കുക്ക് ചെയ്തിട്ടില്ല. ഇത് കരിഞ്ഞ അമ്മ വന്ന് ഇതെന്താ കരിയുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ അത് ലാസ്റ്റ് എന്നോട് കഴുകാൻ പറഞ്ഞു. പിന്നെ ഞാനത് കഴുകി വൃത്തിയാക്കി. പിന്നെ ഒന്നുകൂടി ഞാൻ ഓയിലെടുത്ത് പട്ടയിട്ടു, വേറെ ടൈപ്പ്. പിന്നെ മെത്തേഡ് മാറ്റി. ഫസ്റ്റ് ഞാൻ മഷ്റൂം ഇട്ട് കൊടുത്തു. നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ആക്കി വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് മഷ്റൂം ഇട്ടു. അതിൻ്റെ മേലെ മുളക് പൊടി ഇട്ടു. ഇപ്രാവശ്യം അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. തീയും കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചു. പിന്നെ ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തു. എല്ലായിടത്തും ആ മുളക് പൊടി ഒന്ന് ഇതാവാൻ രീതിയിൽ. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇടണം കേട്ടോ, കുറച്ച്. അത് നല്ല രസമായിരിക്കും. പിന്നെ ഈ പെപ്പർ പൗഡർ ഇട്ട് നല്ല വാങ്ങിൽ അതൊന്ന് ഫുള്ള് മിക്സപ്പ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് വെച്ച് പോകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെക്കണം. ഇല്ലെങ്കിൽ നേരത്തെ ഇതായതുപോലെ ഫുൾ അടിക്ക് പിടിക്കും. അപ്പോൾ ഇപ്രാവശ്യം എടുത്തപ്പോൾ ഓക്കെ, കുറച്ച് ഇതിങ്ങനെ ഫ്രൈഡൊക്കെ ആയ രീതിയിലായിട്ടുണ്ട്. നല്ല മണവും വന്നിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് മിക്സപ്പ് ചെയ്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കാം. ജസ്റ്റ് കുക്ക്ഡ് ആയോ നമുക്ക് നോക്കാം. അഥവാ ആയിട്ടില്ലെങ്കിൽ കുറച്ചതിൽ വെള്ളം ചേർത്ത് ഒന്നുകൂടി ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുഡിൻ്റെ കൂടെ കൂട്ടി കഴിച്ച് നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.